നേവിയുടെ തലപ്പത്തുള്ളത് മലയാളിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങളുടെ നേവിയിലേക്കല്ല ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു നേവിയിൽ ഈ പാറ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് മണ്ണ് മാറ്റി നമുക്ക് എടുക്കാനുള്ള വല്ല യന്ത്രമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സർ എന്റെ അനുഭവത്തിൽ ഇന്ത്യയിൽ ഒരു നേവിയിലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മിനിസ്റ്റർ ചോദിച്ചു, നമ്മുടെ ആർമിയിൽ ഏതെങ്കിലും സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം ഈശ്വർ മൽപേ എന്ന് പറയുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ മുങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, മുങ്ങിയപ്പോ പാറക്കല്ലുകളാണ് കിട്ടുന്നത്, നല്ല കലക്ക് വെള്ളമാണ്, ഇത് എനിക്ക് ഇങ്ങനെ ഒരു ട്രക്കിനടുത്തേക്ക് അടുക്കണമെങ്കിൽ ഈ പാറക്കല്ല് മണ്ണ് മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ പൊട്ടിപ്പോയ മെസ്കാം ഇവിടെ ഇവരുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്രൈവറ്റ് ആണ്. മെസ്കാമിന്റെ ഉദ്യോഗസ്ഥ ടീം വന്ന് ആ പൊട്ടി വീണ അവരുടെ കമ്പികളെ മുഴുവനും മാറ്റുന്ന വലിയ എല്ലാവരെയും മാറ്റി നിർത്തി അതിന്റെ വർക്കാണ് നടക്കുന്നത്. ഞാനിവിടെ പ്രിയപ്പെട്ട കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യം, കേരളം മുഴുവനും നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കിയത് പ്രിയപ്പെട്ട അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും എന്റെ മണ്ഡലത്തിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് വന്ന ഒരാൾ 10 ദിവസക്കാലം നിന്നത് അർജുനെയും കൂട്ടി ജീവനോട് അർജുനെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അർജുനെയും കൂട്ടി പോകണമെന്നാണ്. ഇനിയിപ്പോ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഞാനും എന്റെ അനുഭവം വെച്ച് സിഎമ്മുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും CM to CM, കേരള CM, കർണാടക CM, ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു ബി പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിവിടെ എപ്പോഴും മീഡിയക്കാരുടെ മുമ്പിൽ വരും. ഞങ്ങളെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പറയുകയാണ്, കേരളത്തിലെ മീഡിയാസിനെ നിങ്ങളാണ് ഈ വിഷയത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ഇതിന്റെ നിജാംശം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഇവിടത്തെ കൊടും മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും നിങ്ങൾ ചെയ്ത ത്യാഗമൊക്കെ ചരിത്രത്തിൽ എപ്പോഴും രേഖപ്പെടുത്തും. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നത്, ഇതേ രീതിയിൽ എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോഴൊക്കെ മനസ്സിലുള്ളൊരു പ്രതീക്ഷ എന്നറിയുന്നത് ഇന്ന് അർജുനെ കിട്ടും. അപ്പൊ അതിനിടയിൽ അർജുൻ മാത്രമല്ല, ഇവിടുത്തെ 2 പേരും നഷ്ടപ്പെട്ടില്ല, പിന്നെ ലോകേഷും ജഗന്നാഥും. നമ്മൾ അവരെയും കിട്ടണമെന്ന് പ്രാർത്ഥനയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നിങ്ങളുടെ മുമ്പിലെത്തി ഞാൻ മടങ്ങുമ്പോൾ നിങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെയൊക്കെയായി, നാളെ ഇന്ന യന്ത്രങ്ങൾ വരും, നാളെ വീണ്ടും തുടരുമെന്ന്. ഇപ്പൊ നമ്മൾ അവസാനമായി നിൽക്കുന്നത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ ഒരു മുങ്ങലും കൂടി അവസാനിച്ചാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതാണ് ഇന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ബഹുമാനനായ കേരള നിയമസഭാ സ്പീക്കർ സംഷീർ, അതോടൊപ്പം ബഹുമാനനായ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ നിരന്തരമായി വിളിക്കുന്ന ആളുകളാണ്. കൃത്യമായി എന്റെ ഡാറ്റ ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ശ്രമം ബഹുമാനനായ ഫോറസ്റ്റ് മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും കൃത്യമായി അവലോകനം നടത്തിയ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബി പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും കൂടി ആവശ്യകത നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ട് എന്നതിനപ്പുറം ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല.